Kim's Health presents 4 p.m. News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം. ഇന്ന് 2025 ഡിസംബർ 15 തിങ്കളാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈൻ 54ാമത് ദേശീയ ദിനാഘോഷത്തിൻ്റെയും ഹമ്മദ് രാജാവ് അധികാരമേറ്റതിൻ്റെ വാർഷികത്തിൻ്റെയും നിറവിലാണ്. രാജ്യത്തെ പ്രധാന കെട്ടിടങ്ങളും റോഡുകളും ദേശീയ പതാകയുടെ വർണ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. നാളെയും മറ്റന്നാളും രാജ്യത്ത് പൊതു അവധിയാണ്. നാളെ സഖീർ പാലസിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷ ചടങ്ങിൽ ഹമ്മദ് രാജാവും കിരീടാവകാശി പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫയും പങ്കെടുക്കും. ചടങ്ങിൽ രാജാവ് മുഖ്യപ്രഭാഷണം നടത്തുകയും രാജ്യത്തിന് സംഭാവനകൾ നൽകിയവർക്ക് മെഡലുകൾ സമ്മാനിക്കുകയും ചെയ്യും. പ്രവാസി സമൂഹം ആഘോഷത്തിൽ സജീവമാണ്. രക്തദാന ക്യാമ്പുകൾ, ശുചീകരണം തുടങ്ങിയ പരിപാടികൾ അവർ ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക പരിപാടികളായ സെലിബ്രേറ്റ് ബഹ്റൈൻ, മുഹറക് നൈറ്റ്സ് എന്നിവ പുരോഗമിക്കുന്നു. നാളെ വൈകിട്ട് 7 മുതൽ സാഖീറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗവും നടക്കും. ബഹ്റിനിൽ QR കോഡ് വഴിയുള്ള തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ബിസിനസ് ഉടമകൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വ്യാപാരികൾ പേയ്മെന്റ് QR കോഡുകൾ സ്ഥിരമായി പരിശോധിച്ച് മാറ്റം വരുത്തിയിട്ടില്ലെന്ന് ഉറപ്പാക്കണം. തട്ടിപ്പുകാർ വ്യാജ കോഡ് ഒട്ടിച്ചോ മാറ്റിസ്ഥാപിച്ചോ കൃത്രിമം കാണിക്കാൻ സാധ്യതയുണ്ടെന്ന് ഹിത് പോലീസ് സ്റ്റേഷൻ മേധാവി കേണൽ ഡോക്ടർ ഒസാമ ബഹർ മുന്നറിയിപ്പ് നൽകി. കോഡിലെ മാറ്റങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദിത്തം ഉടമകൾക്കായിരിക്കും. അതിനാൽ QR കോഡുകൾ സുരക്ഷിതമായ, വ്യക്തമായി കാണാവുന്ന ഇടങ്ങളിൽ വയ്ക്കാനും ഇടയ്ക്കിടെ പരിശോധിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. പാർക്കിംഗ് മീറ്ററുകൾ, മെനു കാർഡുകൾ തുടങ്ങി പലയിടത്തും വ്യാജ കോഡുകൾ ഉപയോഗിച്ച് ഉപഭോക്താക്കളെ തട്ടിപ്പുകാർ കബളിപ്പിക്കുന്നുണ്ട്. ഉപഭോക്താക്കൾ സംശയം തോന്നിയാൽ കോഡിന്റെ ആധികാരികത ബിസിനസ് സ്ഥാപനവുമായി നേരിട്ട് സംസാരിച്ച് ഉറപ്പാക്കണം. തട്ടിപ്പിനിരയായാൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആന്റി കറപ്ഷൻ ആൻഡ് ഇക്കണോമിക് ആൻഡ് ഇലക്ട്രോണിക് സെക്യൂരിറ്റിയെ 992 എന്ന ഹോട്ട്ലൈനിൽ വിളിച്ചോ 17108108 എന്ന വാട്സാപ്പ് നമ്പറിലോ ഓൺലൈൻ ഫോം വഴിയോ റിപ്പോർട്ട് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. KCA BFC ഇന്ത്യൻ ടാലന്റ് സ്കാൻ 2025 ഗ്രാൻഡ് ഫിനാലെ KCA VKL ഓഡിറ്റോറിയത്തിൽ നടന്നു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി നിവേദ എസ് മുഖ്യാതിഥിയായിരുന്നു. സംസ്ഥാന അവാർഡ് ജേതാവും സിനിമാ താരവുമായ വിൻസി അലോഷ്യസ് പ്രത്യേക അതിഥിയായി പങ്കെടുത്തു. KCA ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷ പ്രസംഗം നടത്തി. തുടർന്ന് ടാലന്റ് സ്കാൻ ചെയർപേഴ്സൺ സിമി ലിയോ പരിപാടിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. BFC മാർക്കറ്റിംഗ് മാനേജർ അനൂപ് കുമാർ, ന്യൂ ഹൊറൈസൺ സ്കൂൾ ചെയർമാൻ ജോയ് മാത്യൂസ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ബഹ്റിനിലെ ഇന്ത്യൻ വംശജരായ 1200-ലധികം കുട്ടികൾ പങ്കെടുത്ത 2 മാസം നീണ്ട സാംസ്കാരിക മാമാങ്കമായിരുന്നു ഈ പരിപാടി. വിജയികൾക്ക് 800-ലധികം ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. KCAയുടെ രജത ജൂബിലി ഓർമ്മയ്ക്കായി പുറത്തിറക്കുന്ന സുവനീറിന്റെ കവർ പേജ് പ്രകാശനം ചടങ്ങിൽ വെച്ച് നിവേദ എസ് നിർവഹിച്ചു. ബഹ്റൈൻ രാജ്യത്തിന്റെ 54ാമത് ദേശീയ ദിനം ഈദുൽ വദൻ എന്ന പേരിൽ KMCC ബഹ്റൈൻ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ആഘോഷങ്ങൾക്ക് നാളെ രാവിലെ സൽമാനിയ മെഡിക്കൽ സെന്ററിൽ തുടക്കമാകും. മലബാർ ഗോൾഡിന്റെ സഹകരണത്തോടെ 200-ലേറെ പേർ രക്തദാനം ചെയ്യുന്ന 42ാമത് രക്തദാന ക്യാമ്പ് രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കും. നാളെ രാത്രി 8 മണിക്ക് KMCC ഓഡിറ്റോറിയത്തിൽ വിദ്യാർത്ഥികളുടെ ദേശീയ ഗാനാലാപനം, അറബിക് ഡാൻസ്, ഒപ്പന, ദഫ്മുട്ട് തുടങ്ങിയ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറും. തുടർന്ന് ഡിസംബർ 18 രാത്രി 8 മണിക്ക് ഒലീവ് സാംസ്കാരിക വേദിയുടെ സ്പീച്ച് ഓഫ് സെലിബ്രേഷൻ നടക്കും. ഹൃദയാന്തരങ്ങളിലെ ബഹ്റൈൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണത്തിൽ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇതോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. KMCC ഭാരവാഹികളായ AP ഫൈസൽ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, റഫീഖ് തോട്ടക്കര, സലീം തളങ്കര, അഷ്റഫ് കാട്ടിൽ പീടിക ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേലക്കര നിയോജകമണ്ഡലം പ്രവാസി കൂട്ടായ്മയായ നിള ബഹ്റൈൻ 5ാമത് വാർഷികവും 54ാമത് ബഹ്റൈൻ ദേശീയ ദിനാഘോഷവും വിപുലമായി ആഘോഷിച്ചു. പ്രസിഡന്റ് അബ്ദുള്ള 1-ാം മൈലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷിക യോഗം ജീവകാരുണ്യ പ്രവർത്തകൻ ഫ്രാൻസിസ് കൈതാരത്ത് ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി റഷീദ് ആറ്റൂർ സ്വാഗതം പറഞ്ഞു. തനിനാടൻ രുചികളുമായി ഒരുക്കിയ നിളയോരം തട്ടുകട ചടങ്ങിലെ മുഖ്യ ആകർഷണമായിരുന്നു. സീനിയർ മെമ്പർ ഉമ്മർ ചുങ്ങോണത്ത് തട്ടുകട ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികൾ
അരങ്ങേറി. ബഹ്റൈൻ പ്രവാസത്തിൽ 30 വർഷം പൂർത്തിയാക്കിയ 12 അംഗങ്ങളുടെയും ഗണിതശാസ്ത്രത്തിൽ PhD നേടിയ ഡോക്ടർ ഷിഹാബിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഷിബു ചെറുതുരുത്തി, മുഹമ്മദ് കുട്ടി പൂളക്കൽ, ബഷീർ കളത്തിങ്ങൽ തുടങ്ങി നിരവധി പേർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആസീസ് ചുങ്കോണത്ത് നന്ദി പറഞ്ഞു. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ൽ ബഹ്റൈൻ ദേശീയ ദിനത്തിൽ പ്രവർത്തനം ആരംഭിച്ച ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം തങ്ങളുടെ 20ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ദേശീയ ദിനാഘോഷത്തിൽ പങ്കുചേരുന്നു. ഇതിന്റെ ഭാഗമായി ബഹ്റൈനിലെ വിവിധ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സ്വദേശികൾക്കും വിദേശികൾക്കുമിടയിൽ ക്വിസ് മത്സരങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു. കഴിഞ്ഞ 20 വർഷക്കാലത്തെ BMBFന്റെ നേട്ടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. ദേശീയ ദിനമായ നാളെ ബഹ്റൈന്റെ വിവിധ ഭാഗങ്ങളിൽ ബഹ്റൈൻ ചിഹ്നങ്ങളോടുകൂടിയ സൗജന്യ ഐസ്ക്രീം വിതരണവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് BMBF ഭാരവാഹികൾ അറിയിച്ചു. കേരള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി നേടിയ ഉജ്ജ്വല വിജയം ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ വിപുലമായി ആഘോഷിച്ചു. ദേശീയ കമ്മിറ്റിയുടെയും വിവിധ ഏരിയ കമ്മിറ്റികളുടെയും ആഭിമുഖ്യത്തിൽ ബഹ്റൈനിലെ പല മേഖലകളിലും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്താണ് പ്രവർത്തകർ ആഹ്ലാദം പങ്കുവച്ചത്. IYCC മുഹറക് ഏരിയയും KMCC മുഹറക് ഏരിയയും സംയുക്തമായി നടത്തിയ വിജയാഘോഷം ദേശീയ വൈസ് പ്രസിഡന്റ് അനസ് റഹീം ഉദ്ഘാടനം ചെയ്തു. ഈ വിജയം UDFന്റെ മതേതര ജനാധിപത്യ നിലപാടുകൾക്ക് ലഭിച്ച അംഗീകാരമാണെന്നും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ദിശ നിർണ്ണയിക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. അനസ് റഹീം, ഫാസിൽ വട്ടോളി, റാസിബ് വേളം ഉൾപ്പെടെയുള്ളവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈനിലെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ സജീവ സാന്നിധ്യമായ ടീം ബഹ്റൈൻ മലയാളി മനസ്സ് തങ്ങളുടെ 8ാമത് വാർഷികാഘോഷം ഓറ ആർട്സിന്റെ ബാനറിൽ സംഘടിപ്പിക്കുന്നു. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തോടൊപ്പം നടക്കുന്ന പരിപാടി ഇത്തവണ സ്നേഹസ്പർശം 2025 എന്ന പേരിലുള്ള മെഗാ സ്റ്റേജ് ഷോ ആയാണ് ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 7 മണിക്ക് സിഞ്ചിലെ അൽ അഹ്ലി ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി അരങ്ങേറുന്നത്. കൊമേഡിയൻ മഹേഷ് കുഞ്ഞുമോൻ, ചലച്ചിത്ര പിന്നണി ഗായിക പാർവതി മേനോൻ, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം മിഥുൻ മുരളീധരൻ എന്നിവർ ഈ മെഗാ ഷോയിൽ പങ്കെടുക്കും. കൂടാതെ ഗൾഫ് നാടുകളിലെ പ്രശസ്ത ഡാൻസ് ടീമുകൾ വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും അവതരിപ്പിക്കും. കലാസ്വാദകർക്കായി തികച്ചും സൗജന്യമായാണ് ഈ പരിപാടി ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രോഗ്രാം ടീം കോർഡിനേറ്റർ G ആനന്ദ്, ഓറ ആർട്സ് സെന്റർ ചെയർമാൻ മനോജ് മയ്യന്നൂർ എന്നിവർ അറിയിച്ചു. ബഹ്റൈനിൽ 29 കിലോഗ്രാം മയക്കുമരുന്ന് കടത്താനും കൈവശം വയ്ക്കാനും ശ്രമിച്ചതിന് 15 പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പിടിച്ചെടുത്ത മയക്കുമരുന്ന് 1,35,000 ബഹ്റൈൻ ദീനാറിലധികം മൂല്യമുള്ളതാണ്. 21-നും 33-നും ഇടയിൽ പ്രായമുള്ള വിവിധ രാജ്യക്കാരായ 15 പേരാണ് അറസ്റ്റിലായത്. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ, കസ്റ്റംസ് അഫയേഴ്സ്, എയർ കാർഗോ വിഭാഗങ്ങൾ സംയുക്തമായി നടത്തിയ വിവിധ ഓപ്പറേഷനുകളിലാണ് ഈ നേട്ടം കൈവരിച്ചത്. മയക്കുമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണങ്ങളുടെയും തെളിവെടുപ്പുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മയക്കുമരുന്ന് ശൃംഖലകളെ തകർക്കുന്നതിൽ അധികൃതർ പ്രതിജ്ഞാബദ്ധരാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി.
In the heart of Bahrain, where every story matters, one source keeps you informed, inspired, and engaged. From politics to sports, business to entertainment, we bring you the news that shapes the kingdom. Anytime, anywhere, breaking stories at your fingertips. The Daily Tribune, your trusted voice.